മധുര മൈക്കിൾ സ്പീക്കിംഗ്. ഞാൻ സെൽവിയ സംസാരിച്ചോ? എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം. നീ വേഗം രജിസ്റ്റർ ഓഫീസിലേക്ക് വാ. സെൽവി, സംസാരിച്ചോണ്ടിരിക്കാൻ സമയമില്ല. സമയമാകുന്നൊരു പ്രശ്നം ഗുരുതരമാകും. മുഹൂർത്തം കഴിഞ്ഞ് 2 മിനിറ്റുള്ളൂ. വേഗം താലി കെട്ട്. പറയാം, ഇങ്ങോട്ട് വാ. ഇതെന്റെ ഫ്രണ്ട് രേവതി. നമസ്കാരം ചേട്ടാ. രണ്ടുപേരും വെവ്വേറെ ജാതിയാ. രണ്ടാളും വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നിരിക്കുവാ. കല്യാണം കഴിക്കണം. ഇവരുടെ വീട്ടുകാര് ഭയങ്കര എതിർപ്പാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും അവർ ഇങ്ങോട്ടും വരും. അതുകൊണ്ടാ നിന്നെ ഞാൻ പ്രൊട്ടക്ഷൻ. ഞങ്ങളെ രക്ഷിക്കണം. ഏതാടാ നീ? ഇനി ഇവൾക്ക് വേണ്ടി ഞാൻ എത്ര പേരെയാ രക്ഷിക്കേണ്ടത്? നമുക്ക് രണ്ടുപേർക്ക് കല്യാണം ആഗ്രഹിച്ച് വന്നതാ ഞാൻ. എന്തുവാടി? നിനക്കും എനിക്കും കല്യാണമെന്നോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാല് ഈ ലോകം തന്നെ അവസാനിക്കും. മുണ്ടും ഷർട്ടും ഇട്ടതൊക്കെ വെറുതെ ആയിപ്പോയി. മധുരേ, ചാരിത്രം നിറഞ്ഞ പുരുഷന്റെ ശബ്ദം ഒരിക്കലും വെറുതെ വിടലടി. എന്തെങ്കിലും വല്ലതും നടക്കുവോ? അകത്ത് വെച്ച അവൾ ഊതി, പുറത്ത് നിങ്ങൾ ഊതണ്ട. ഇവിടെ എത്ര വലിയ പ്രശ്നം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ ആരാന്ന് പോലും എനിക്ക് അറിയില്ല. എപ്പോ നോക്കിയാലും മിക്സർ കഴിച്ചോണ്ടിരിക്കുക. ഇവൻ എന്തെങ്കിലും ഞാൻ കുത്തി കൊല്ലും നിൽക്കോ. സോമുന്റെ ആളാണെന്നാ തോന്നുന്നത്. ആരുടെ അവരൊക്കെ? ഒരു നാട് മൊത്തം ആറ് വരുന്നുണ്ട് നോക്കിയപ്പോ 2 നാടനെ വരുന്നുണ്ടല്ലോ. അന്യജാതിക്കാരനെ കെട്ടി ഒളിച്ചോടാ നോക്കുന്നോ നീ? നിന്നെ കൊല്ലും, അവനെയും കൊല്ലും. കല്യാണം ഞങ്ങൾക്കല്ല. പിന്നെ ആർക്കാ കല്യാണം? സെൽവിക്കാച്ചാ. നിനക്കാണോ മോളെ? എന്താടി പറയുന്നത്? സത്യം പറഞ്ഞ അച്ഛൻ വിട്ടോടി പ്ലീസ്. ചോദിക്കുന്നതിന് മറുപടി പറ. നിനക്കാണോ? പറയടി. പറയടി. അതെ. അപ്പൊ ചെറുക്കനോ? നമ്മുടെ മധുരയാ. എത്ര ഭംഗിയുണ്ട്. ഇനി നീ ഇടുമോളെ. അങ്ങനെ മധുരയിൽ എത്രയോ കല്യാണം നടന്നിരിക്കുന്നു. എന്നാ ഇന്ന് മധുരയുടെ കല്യാണ. കേട്ടണ താലി. നന്നായി വരട്ടെ. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം സുഖമായി സംഭവിക്കട്ടെ. പിന്നെ കല്യാണം വളരെ നന്നായിട്ട് നടന്നു. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. പിന്നെ ആദ്യ രാത്രി ഒന്ന് നോക്കി ചെയ്തു തരാണെങ്കിൽ നിന്നെ സംബന്ധിച്ചത് കല്യാണം അല്ലായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചത് കല്യാണം തന്നെയാ. അടിപൊളി. ഇത് കുടിക്കുന്നത് എത്ര വെറുപ്പാണെങ്കിലും എന്തിനാ നമ്മൾ കുടിക്കുന്നത്? ഇതിന്റെ അനുഭവം നമുക്ക് കിട്ടാൻ വേണ്ടിട്ട്. അതേപോലെ പ്രേമം എത്ര വെറുപ്പാണെങ്കിലും എന്തിനാന്നറിയാം നമ്മൾ പ്രേമിക്കുന്നത്. എന്നാലേ ജീവിതം നന്നായിട്ടുണ്ടാവുള്ളൂ. മധുരേ, നമ്മുടെ ഗ്രൂപ്പിലെ ഫസ്റ്റ് കല്യാണം അടിപൊളിയായിട്ടുണ്ട് മച്ചാ. എടാ സോമേ, നമുക്കിത് തകർക്കണടാ. മിണ്ടാതിരിക്കടാ. കല്യാണമാണോ ഇത്? കല്യാണമാണെങ്കിൽ കല്യാണത്തിന്റെ അന്ന് തന്നെ ആദ്യ രാത്രിയും നടക്കണം. നടന്നിരുന്നോ? നടന്നില്ല. അപ്പോഴത് കല്യാണമല്ല. കത്രിക സോമേ, എനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടമല്ല അവളെ. പക്ഷെ അവളുടെ കൂടെ എങ്ങനെ ജീവിക്കാൻ പോകുന്നത് എനിക്ക് അറിയില്ല. പക്ഷെ ജീവിക്കുകയാണെങ്കിൽ എന്റെ ജീവിതം അവളുടെ കൂടെയാണ്. അവളെന്താ സുമതിയേക്കാളും സൂപ്പറാണോ? അല്ലെങ്കിൽ റാണിയേക്കാളും ടോപ്പാണോ? അല്ല, അവള് സെൽവി. ഈ മൈക്കിൾ താലി കെട്ടിയ സെൽവി. നടന്നത് കല്യാണം ആണെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇട്ടില്ലേ. എന്തോന്ന്? എപ്പോ? 3 കെട്ട്. അൽപ്പി. പക്ഷേ ഒരു കാര്യം,
ഈ ആദ്യ രാത്രി മാത്രം നടന്നില്ല. അത് നടന്നില്ലല്ലോ. അപ്പോഴിത് കല്യാണമേ അല്ല. മധുരേ നിന്റെ ഭാര്യ അകത്തുണ്ട്. ഏയ്, എടാ, ഒന്ന് ഇവള് പോടാ. വന്നാ? 3 മിനിറ്റത്തെ ഭാര്യ. അതെന്താ ഈ 3 മിനിറ്റ്? 3 മിനിറ്റ് കല്യാണം കഴിഞ്ഞ ഉടനെ അവളങ്ങ് പോയില്ലേ? ഏയ് സെൽവി, എന്താടാ മൊത്തം അതൊക്കെ കിളവികളാ. ദേ ഇരിക്കുന്നു നിന്റെ ആള്. ഇക്കട ചൂടു. കല്യാണം ഒന്നും പേരിൽ എന്നെ കല്യാണം കഴിച്ചത് വളരെ നല്ല മനുഷ്യനല്ലേ. കല്യാണമൊക്കെ അങ്ങ് നടന്ന് കിട്ടി. നമസ്കാരം. നോക്ക്, എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല. എന്ത് എനിക്കിത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പ്രസവത്തിന് വിളിച്ചോണ്ട് പോകുന്നത് അവളെയാ. അവളുടെ മുഖത്ത് ലൈറ്റ് ഉണ്ടോ? ഈ ഭാഗത്ത് ഒറ്റ ഓ, ലൈറ്റ് പോലും എന്തൊക്കെയോ ഇട്ടിട്ടില്ല. വിവരമില്ലാത്ത അവന്മാര്. ഞാൻ സ്വിച്ച് ഇട്ടിട്ട് വരാം. വേണ്ടാ. എന്താ ഞാൻ സ്വിച്ച് ഇട്ടാ എന്താ കുഴപ്പം? നിങ്ങളും കറണ്ടും തമ്മിൽ ചേരില്ലല്ലോ, പിന്നെ ഞാൻ അതിൽ പോയി തൊട്ട് നമുക്ക് നോക്കണേ. രണ്ടുപേർക്ക് വല്ല ചേർച്ചയുണ്ടോ? എന്നിട്ട് ഞാൻ നിന്നെ തൊടുന്നില്ലേ? ഓരോ കേൾക്കില്ലല്ലോ നിങ്ങൾ. എനിക്കൊന്നും വേണ്ട. സെൽവി വേണ്ടാന്ന് പറ മോളെ. മോളെ പറ. ഞാൻ അവൻ കേൾക്കില്ലല്ലോ. വേണ്ടാ തോന്നുന്നത്. പറയുന്നത് കേൾക്ക്. തൊട്ടാ ഷോക്ക് അടിക്കും നിങ്ങൾക്ക്. പറയുന്നത് കേൾക്ക്. ഇടല്ലേ, ഇടല്ലേ. ഏയ്, വേണ്ട. ചേച്ചി, ആ വാഗൊണ്ട് വേഗം വന്നൊന്ന് രക്ഷിക്കേ. മോളെ എല്ലാവരുടെയും മുന്നിൽ വെച്ചോ. എനിക്കല്ല, നിങ്ങളുടെ ഭർത്താവിന്റെ ജീവൻ കാറ്റത്ത് പറക്കുവാ. വായ അകത്തോട്ടിട്ട് ആ എർത്തൊന്ന് പുറത്തേക്ക് വലിക്കേ. അയ്യോ, ചേച്ചി ബോധം കെട്ടല്ലോ. വേണമെങ്കിൽ ചേച്ചിക്ക് ഈ വായനെ കുറിച്ച് എനിക്കറിയില്ലേ. മിണ്ടാതിരിക്കും. ഇവരെ രക്ഷിക്കാൻ ആരും ഇല്ലേ? എന്താ ഞാൻ നിന്നെ വിളിക്കാനൊന്നും പോകുന്നില്ല. ആ, വിളിക്കണ്ട. വീണ്ടും പ്രേമിക്കാൻ പറഞ്ഞ് രക്ഷിക്കാൻ എന്നെ പാവങ്ങളല്ലേ ഇവര്? ബുദ്ധിമുട്ടിക്കാനാണ്. അയ്യോ, ശംഖു ഊതിയിട്ടാ അയാള് തോന്നുന്നത്. ചാവട്ടെ. ശംഖുനാദമാണല്ലോ നിനക്ക് ഞാൻ കേൾക്കുന്നത്. ജീവിതം തരണം. നിന്റെ അച്ഛനെ ഞാൻ വായ കൊടുക്കണം. മൈക്കിൾ, ദയവ് ചെയ്ത് എന്റെ അച്ഛനെ രക്ഷിക്കുക. അതിന് പകരം എന്നെ എന്ത് വേണമെങ്കിലും ഇവരെ രക്ഷിക്കൂ. ചെയ്തോളൂ. ഒന്ന് വേഗം. ഛേ, ഞാൻ ചിലപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇതുപോലൊന്നും അല്ല. കുറച്ച് ചീത്തം തന്നെയാ. ആ. മധുര എന്തെങ്കിലും ചെയ്തൊന്ന് ഇയാൾക്ക് എപ്പോഴും രക്ഷിക്കും. വായ കൊടുക്കണം. എന്റെ വിധിയിൽ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ വായി കൊണ്ട് എന്റെ വെക്ക്. കർത്താവേ, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ മധുര. കർത്താവേ, എന്നെ രക്ഷിക്കണേ. ഓ, അയ്യോ. ടോലെടുത്തോണ്ട് വാടാ. ഇത്തവണയും നീയാണോ? ഓ, മൈക്കിൾ, എന്റെ കർത്താവേ. മൈക്കിൾ മിണ്ടാതെ നടന്നോ, അല്ലെങ്കിൽ വീണ്ടും വായ കൊടുക്കാൻ വേണ്ടി പറയാം. അതോടെ നടന്നു വെക്കോ. ഒന്ന് നിക്ക്. മൈക്കിൾ, എന്താ? എനിക്ക് നിന്നെ ഇഷ്ടമല്ല. അതെനിക്കറിയാലോ. നിന്റെ കൂടെ എങ്ങനെ ജീവിക്കാൻ പോകുന്നെന്നും അറിയില്ല. അതെനിക്ക് നിന്നെ പക്ഷെ അറിയാം. എന്റെ ജീവിതം അത് നിന്റെ ഒപ്പം മാത്രം. നീ അഴകരെക്കാളും സൂപ്പറാണോ അല്ലെങ്കിൽ പരമനെക്കാളും ടോപ്പാണോ? നീ മൈക്കിൾ, സെൽവിയുടെ കഴുത്തിൽ താലി കിട്ടിയ മൈക്കിൾ. നടന്നത് കല്യാണമാണോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇട്ടില്ലേ കഴുത്തിലെ താലി? ഓ, സംസാരിച്ചതൊക്കെ നീ ഒളിച്ചിരുന്ന് കേൾക്കുമായിരുന്നു. പക്ഷെ കേട്ടിട്ട് എന്ത് പ്രയോജനം? ഫസ്റ്റ് നൈറ്റ് പോലും ഇതുവരെ നടന്നിട്ടില്ല, അറിയോ? നടത്തിയാലോ? എനിക്കതിലൊരു പ്രശ്നമില്ല. ആ, ഞാൻ ചെയ്യേണ്ടത് ഇവള് ചെയ്യണല്ലോ. ചാരിത്രം നഷ്ടപ്പെട്ടട മധുര മൈക്കിൾ. വണ്ടി എടുക്ക. സാറേ ഇങ്ങോട്ട് ഇറങ്ങും സാറേ. എന്താ കാര്യം? അണ്ണന്റെ അടുത്തുനിന്ന് കാശ് മേടിച്ചിട്ട് അണ്ണനെതിരെ വിധി എഴുതിട്ട് അങ്ങ് പോവാന്ന് കരുതിയോ സാറേ? എടോ, ഞാനൊരു ജഡ്ജിയാ. ചെന്താമരയോട് ചെന്ന് പറഞ്ഞേക്ക് അവൻ വിചാരിക്കുന്നിടത്ത് തന്നെ കിട്ടില്ലാന്ന്. ചേട്ടാ, നിങ്ങൾ ചെയ്യുന്ന ഒട്ടും ശരിയല്ലേട്ടോ. പീക്കിരി ചെറുക്കനവൻ. പെണ്ണിനെ പൊക്കാനും ആളെ കുത്താനും മാത്രമേ അവനെ കൊണ്ട് പറ്റൂ. ഒരു ജഡ്ജിയോട് മുട്ടാനൊന്നും അവൻ വളർന്നിട്ടില്ല. ഞാനുണ്ട് ചേട്ടാ. എനിക്കൊരു ചാൻസ് തന്നു നോക്ക്. അവൻ അവസരം തേടി പോകുന്നവനല്ല, അവസരം ഉണ്ടാക്കുന്നവനാ. നിങ്ങൾക്ക് അവന്റെ മേൽ അമിത വിശ്വാസം. അലിഞ്ഞു പോകുന്നവൻ അവൻ മഞ്ഞുമലയാ. എതിർത്ത് നിൽക്കുന്നവന് അഗ്നിഗോളമാവൻ. അവനുള്ള സ്ഥലം കിടുങ്ങും. ജഡ്ജി വിറയ്ക്കും.
ഒന്നും ചെയ്യരുത് മൈക്കിളെ, വേണ്ട. ആടിന് അറക്ക് അറക്ക് അറക്ക്. പറഞ്ഞ കേക്ക് മൈക്കിളെ, വേണ്ട വേണ്ട.